കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും ചർച്ചയായതാണ് അഖിൽ മാരാർ 2020യുമായി അടുത്ത 2020 സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. ഇപ്പോൾ അഖിൽ മാരാർ 2020 വിട്ടിരിക്കുന്നു. അഖിൽ മാരാർ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. അഖിൽ, എന്ത് നിലപാടിന്റെ പേരിലാണ് ഇപ്പോൾ ഒരു മാറ്റം? ഇപ്പം 2020 വന്ന് മത്സരിക്കാനുണ്ടായ സാഹചര്യം കൊട്ടാരക്കര സീറ്റ് എനിക്ക് നൽകാമെന്നുള്ള ഉറപ്പായിരുന്നു. കൊട്ടാരക്കര സീറ്റ് നൽകാമെന്ന് പറഞ്ഞ് നൽകാത്തതിനെ തുടർന്ന് പല ചർച്ചകളും പല കാര്യങ്ങളും നടന്നതിന് ശേഷം തൃപ്പൂണിത്തറ പോലത്തെ ഒരു ക്ലാസ് മണ്ഡലം നൽകാമെന്ന് പറഞ്ഞു. അതിൽ നിന്ന് നമ്മളെ ഒഴിവാക്കി കഴിഞ്ഞതിന് ശേഷവും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും ആത്മാർത്ഥമായി തന്നെ രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു 2.5 മാസമായി ഞാൻ പലപ്പോഴായിട്ട് അദ്ദേഹത്തിനെ വിളിക്കുന്നു, മെസ്സേജ് അയക്കുന്നു, പല കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇന്നിപ്പോൾ നമ്മളിവിടെ ഒരു വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. ആ വീടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഒരു നല്ല കാര്യം ആണ് ചെയ്യുന്നതെന്ന് ഒരു മറുപടി ഇടുന്നില്ല. എൻ്റെ കൂടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ വന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കിഡ്നി മാറണം എന്ന സാഹചര്യം ഞാൻ പറയുമ്പോഴും ഒരു മറുപടിയില്ല. നമ്മൾ പല കാര്യങ്ങൾ പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ സ്വന്തം താല്പര്യം മാത്രമാണ് ലക്ഷ്യം. അപ്പോഴാണ് നമ്മൾ ഈ സമൂഹത്തിൽ നിന്നൊരു വലിയ പഴി കേൾക്കുന്നത്. കോടിക്കണക്കിന് രൂപ കിട്ടിയത് കൊണ്ടാണ് വന്ന് മത്സരിച്ചത്. കൊട്ടാരക്കരയിൽ എൻ്റെ നാട്ടുകാരുടെ മുന്നിൽ മത്സരിച്ചാൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു എന്നുള്ള എൻ്റെ ആത്മവിശ്വാസമാണ് അവിടെ മത്സരിക്കാൻ വേണ്ടി എന്നെ പ്രേരിപ്പിച്ച ഘടകം. തൃക്കാക്കരയിൽ എനിക്ക് വിട്ടൊരു മനുഷ്യനെ എനിക്ക് അറിയില്ല. പക്ഷേ തെരഞ്ഞെടുപ്പിൽ അത് മത്സരിക്കേണ്ട സാഹചര്യം ഉണ്ടായത് 140 നിയോജക മണ്ഡലങ്ങളുടെ വാർത്തകൾ അന്ന് മാധ്യമങ്ങളെല്ലാം ആളിക്കത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു സീറ്റ് നൽകിയില്ല എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ആരും അത് ശ്രദ്ധിക്കാതെ പോകുന്നില്ല. എന്നെ സംബന്ധിച്ച് എൻ്റെ ആജീവനാന്ത കാലം ഞാനൊരു വർഗീയവാദി എന്ന പഴിയും കേൾക്കേണ്ടി വരും. ഇവരെന്നോട് ചെയ്ത നീതികേട് ആരും അറിയാതെ പോവുകയും ചെയ്യും. ഞാൻ എന്തായാലും വന്നു, ഇവിടെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. പല കാര്യങ്ങളും ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. 2020യുടെ കൊല്ലത്ത് ഒരു ജില്ലാ പ്രസിഡന്റാക്കി നിങ്ങൾ എന്നെ വെക്കും, ഞാൻ ബാക്കി കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം. ഈ 2020യുടെ ജില്ലാ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വിലയുള്ള പോസ്റ്റാണോ, അല്ലെങ്കിൽ കൊല്ലത്ത് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എന്നാലും ഞാനിത് പറഞ്ഞു. അതിനുപോലും ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് മറുപടിയില്ല. വലിയൊരു തുക അദ്ദേഹത്തിന് NDAയിൽ ചേർന്നതിനെ തുടർന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ പഴി ഞാൻ എന്തിനാണ് കേൾക്കുന്നത്? അല്ലെങ്കിൽ മത്സരിച്ച മറ്റൊരു സ്ഥാനാർത്ഥി എന്തിനാണ് കേൾക്കുന്നത്? സെലിബ്രിറ്റികൾ ഈ പാർട്ടിയിലേക്ക് വരുന്നത് പണം വാങ്ങിയിട്ടാണെന്നുള്ള ആക്ഷേപം വലിയ സാമ്പത്തികമായി ഒന്നും നിലവിൽ 2020 തന്നിട്ടില്ല. ഞാൻ തെരഞ്ഞെടുപ്പിൽ ഏപ്രിൽ 2-ാം തീയതിയാണ് ഞാൻ 20 ലക്ഷം രൂപ കൊടുത്ത് ഞാൻ വാങ്ങിയ ഒരു BMW ബൈക്ക് 10 ലക്ഷം രൂപയ്ക്ക് ഞാൻ വിൽക്കുന്നത്. എന്തായാലും ഒരു വർഷം കൊണ്ട് ഒരുത്തൻ ഇത്രയും നഷ്ടം സഹിച്ച വണ്ടി വിൽക്കണമെങ്കിൽ എനിക്ക് പൈസ ആവശ്യമുണ്ടായത് കൊണ്ടാണല്ലോ. നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റുകളുണ്ട്, നമുക്ക് സേവിങ്സുകളുണ്ട്, അതെടുത്ത് തെരഞ്ഞെടുപ്പ് ചെലവഴിക്കാൻ വെച്ചേക്കല്ലോ. ഞാൻ കരുതി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സ്ഥാനാർത്ഥിയായ ഞാനിനി എന്തിനാണ് BMW ബൈക്ക് കൊടുത്ത് നാട്ടുകാരുമ്പിൽ കൂടെ നടക്കുന്നത്? എനിക്കിനിയിപ്പോൾ എന്തിനാണ് ബെൻസൊക്കെ കൊടുക്കാം, എന്നിട്ട് സാധാ ഒരു ഇന്നോവ ക്രിസ്റ്റ എടുത്ത് നടക്കാം. അപ്പോൾ ഞാൻ കരുതി എൻ്റെ ചിലവുകളെല്ലാം കട്ട് ഓഫ് ചെയ്ത് ഏറ്റവും ലോ പ്രൊഫൈൽ ജീവിക്കാം എന്ന ചിന്ത. അതുകൊണ്ടാണ് ഇലക്ഷന് ശേഷം ഞാൻ ഇലക്ട്രിക് വണ്ടി എടുക്കുന്നത്. കാരണം വരുമാനം കുറയുമ്പോൾ ഏറ്റവും കംഫർട്ടായിട്ട് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു വണ്ടി മതി, ചിലവുകൾ കുറഞ്ഞ് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടി മതി. അപ്പം സമയം പോലെ മാന്യമായ വില കിട്ടുകയെന്നുണ്ടെങ്കിൽ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വലിയ വാഹനം പതുക്കെ കൊണ്ടങ്ങ് കൊടുക്കുക, അത് മക്കളുടെ പേരിൽ വല്ല ഡിപ്പോസിറ്റ് ഇടാം. ഇങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുന്ന നമ്മൾക്കാണ് പുറത്തുനിന്ന് പഴി കേൾക്കേണ്ടി വരുന്നത്. അപ്പോൾ എന്തിനാണ് നമ്മൾ ഇങ്ങനെയുള്ള പഴി കേൾക്കേണ്ടി വരുന്നത്? അഖില സംഘടനയുടെ ഒരു ഘടകത്തിലും അംഗമായിരുന്നില്ല, മാത്രമല്ല തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മാത്രം വന്നാണ്. അതുകൊണ്ട് അങ്ങനെ ആളുകൾ വന്നു പോകും എന്നുള്ളതാണ് സാബു ജേക്കബിന്റെ മറുപടി. അല്ല, അത് എനിക്കൊരു കുഴപ്പമില്ല. അത് അദ്ദേഹം പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്, വന്നു പോകും. പക്ഷേ എന്തിനും ഇദ്ദേഹം എന്നെ വിളിച്ചുകൊണ്ട് വന്നു? ഞാൻ പുള്ളിയോട് അങ്ങോട്ട് വിളിച്ച് പറഞ്ഞല്ലോ എനിക്ക് 2020 മത്സരിക്കണമെന്ന്. പുള്ളി ഫെബ്രുവരി 11-ാം തീയതി ഡൽഹി നിൽക്കുകയാണെന്നും കൺഫർമേഷൻ തരികയാണെന്നുണ്ടെങ്കിൽ 2020യുടെ സീറ്റ് കൊട്ടാരക്കരയിൽ അഖിലിന് വേണ്ടി ചോദിച്ച് മേടിക്കാമെന്നും എന്ന് പറഞ്ഞ ആളാണ്. അപ്പം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പോകണം എന്നത് ലക്ഷ്യം മാത്രമേ അവർക്കുള്ളൂ. 2.5 മാസമായി കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്തെല്ലാം വന്നു. ഇപ്പം VD സതീശൻ അധികാരമേറ്റത് മുതൽ ഈ നിമിഷം വരെ രാഷ്ട്രീയം പറയാനാണെന്നുണ്ടെങ്കിൽ എന്തെല്ലാം വിഷയമുണ്ടായിരുന്നു. കേന്ദ്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വന്നില്ലേ? അനുകൂലിക്കേണ്ടടുത്ത് അനുകൂലിക്കാമല്ലോ. ഇപ്പം ഡൽഹിയിൽ സമരം നടന്നു. വിദ്യാർത്ഥികളെ വേണമെങ്കിൽ അനുകൂലിക്കാം, വേണമെങ്കിൽ എതിർക്കാം. നരേന്ദ്രമോദി അനുകൂലിക്കാം, എതിർക്കാം. ഏത് വിഷയത്തിലാണ് ഇവർ രാഷ്ട്രീയം പറയുന്നത്? ഇവർക്ക് രാഷ്ട്രീയം അറിയത്തില്ലെന്ന്, ഇവർക്ക് രാഷ്ട്രീയ പ്രവർത്തനം അറിയത്തില്ല. ജനങ്ങളെ ഇവർ മനസ്സിലാക്കിയിട്ടില്ല. 2020ക്ക് കിഴക്കമ്പലത്ത് അവർ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. ഞാൻ അത് കണ്ടിട്ടാണ് ഇവർ ഇഷ്ടപ്പെട്ടത്. ഞാൻ പണ്ടെൻ്റെ സിനിമ എടുത്ത സമയത്ത് ഞാൻ ഇദ്ദേഹത്തെ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അപ്പോഴും എൻ്റെ ഒരു ചിന്ത ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന ലക്ഷ്യത്തോടു കൂടി ഇറങ്ങിത്തിരിച്ചൊരു മനുഷ്യനാണെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ പിന്നീട് മനസ്സിലായി സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് ജനങ്ങളെ കരുവാക്കിയൊരു മനുഷ്യനാണ്. അതായത് കിഴക്കമ്പലത്ത് ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ട് ആ പഞ്ചായത്തിൻ്റെ അധികാരം കയ്യിൽ വെച്ചെങ്കിൽ മാത്രമേ കിഴക്കമ്പലത്തിൽ നിന്ന് കിറ്റക്സിനെതിരെ വരുന്ന ഒരു പേപ്പർ വർക്ക് കൂളായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് വിചാരിച്ചു കഴിഞ്ഞാൽ, ഒരു വില്ലേജ് ഓഫീസ് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു സ്ഥാപനം ഇല്ലാതാവും. അപ്പോൾ തങ്ങളുടെ കൈകളിലേക്ക് അധികാരത്തെ കൊണ്ടുവന്നത് തങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു. അതേപോലെ തെരഞ്ഞെടുപ്പിലെ 19 നിയോജകം ഞാൻ ചിന്തിച്ചു, എന്തിനാണ് 2019 അടുത്ത് മത്സരിച്ചത്? ഇവർക്ക് സംഘടനാശേഷി വളരെ കുറച്ച് സ്ഥലത്തേ ഉള്ളൂ. അത്രയും സ്ഥലത്ത് ഫോക്കസ് ചെയ്തിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ തൃക്കാക്കരയിൽ നമ്മുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ മരുമകനുണ്ടായിരുന്നു. BJPക്ക് സംഘടനാശേഷിയുള്ള കൊടുങ്ങല്ലൂർ സീറ്റ് ചോദിച്ചു വാങ്ങി അദ്ദേഹത്തെ അവിടെ ഇടാതെ തൃക്കാക്കര നിങ്ങൾ അദ്ദേഹത്തെ ഇടാൻ എന്താ? 48% ക്രിസ്ത്യൻസ് ഉള്ള തൃക്കാക്കരയിൽ ഉമ്മൻചാണ്ടിയുടെ മരുമകൻ നിന്നിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ കുറച്ചും കൂടെ സാധ്യത ഇവിടെ ഉണ്ടായിരുന്നു. എന്നെ തൃപ്പൂണിത്തുറ പ്ലേസ് ചെയ്തിട്ട്, കാരണം എനിക്ക് പൊതുവേ സംഘവിളി ഞാൻ ഒരുപാട് കഴിഞ്ഞ 3 വർഷമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എനിക്ക് BJPയുടെ വികസന കാഴ്ചപ്പാടിനോട് ഒരു എതിർപ്പുമില്ലാത്ത ഒരാളാണ്. അപ്പം BJPയുടെ സംഘടനാശേഷിയും
എനിക്ക് വ്യക്തിപരമായ ജനങ്ങളിൽ നിന്ന് ആകർഷിച്ച് നേടിയെടുക്കാൻ കഴിയാവുന്ന വോട്ടുകളൂടെ ചേർത്താൽ തൃപ്പൂണിത്തുറയിൽ ഒരു വലിയ ഇമ്പാക്റ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഈ സാഹചര്യങ്ങളെയെല്ലാം ഇല്ലാതാക്കി ഞങ്ങളെപ്പോലുള്ള കുറേ ആൾക്കാർ ഇത് വിളിച്ചുകൊണ്ട് വന്നിട്ട് നമ്മുടെ ജീവിതം നശിപ്പിച്ചിട്ട് പുള്ളി ഒരു മറുപടി തരാതെ, ഒന്ന് വിളിച്ചാൽ ഫോൺ എടുക്കാതെ, മെസ്സേജ് അയച്ചാൽ റിപ്ലൈ തരാതെ അങ്ങനെ പോകുന്ന ഒരാളുടെ ആ വിഴുപ്പ് ഞാൻ എന്തിനാണ് ഇങ്ങനെ പേറുന്നത്? നമ്മൾ 10,70,000 ഇൻസ്റ്റാഗ്രാമിൽ നമ്മളെ ഇഷ്ടപ്പെട്ട ആൾക്കാർ അൺഫോളോ ചെയ്തു പോയി. പല സ്ഥലത്ത് ചെല്ലുമ്പോഴും പലരും നമ്മളോട് വിഷമം പറയാറുണ്ട്, അഖിൽ ഒരിക്കലും അങ്ങനെ ചെയ്യരുതായിരുന്നു. അപ്പം ഞാൻ ഒരു വർഗീയത പറഞ്ഞിട്ട് വന്നതല്ല. ഞാൻ 2020 പോകുമ്പോൾ ചിന്ത എന്താ, മതേതര മൂല്യമുണ്ടല്ലോ 2020, അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര കാഴ്ചപ്പാടുണ്ടല്ലോ 2020. അപ്പോൾ സ്വതന്ത്ര കാഴ്ചപ്പാടോടെ മതേതര മൂല്യത്തോടു കൂടി രാജ്യത്തിന് വേണ്ടി സംസാരിക്കാൻ പറ്റും. ഞാൻ ദേശീയ ബോധമുള്ളൊരു പൗരനാണ്. ഞാൻ എപ്പോഴും എൻ്റെ രാജ്യത്തിനൊപ്പം ചേർന്ന് നിന്ന് ഞാൻ സംസാരിക്കത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് നിൽക്കുമ്പോഴും നമുക്ക് കേൾക്കേണ്ടി വരുന്നത് നമ്മളെന്തോ വലിയ വർഗീയവാദിയായി എന്നുള്ളതാണ്. ഞാൻ നാളെ ഇതുവരെ ഒരു വർഗീയത പറഞ്ഞിട്ട് വന്നതല്ലത്. അപ്പോൾ എന്നെ ഇഷ്ടപ്പെട്ട ആൾക്കാർക്കിടയിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു വെറുപ്പ് ഇവർക്ക് പ്രശ്നമല്ല. നമ്മുടെ വരുമാനങ്ങൾ നിലച്ചത് ഇവർക്ക് പ്രശ്നമല്ല. നമ്മളെ പല പ്രോഗ്രാമുകളിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നതിൻ്റെ കാരണം ഈ രാഷ്ട്രീയമായതുകൊണ്ടാണെന്നുള്ളത് തിരിച്ചറിയാനുള്ള ബോധം ഇവർക്കില്ല. കുറഞ്ഞ പക്ഷം രാഷ്ട്രീയ പ്രവർത്തനം നടത്തും. നമുക്ക് 5 പൈസ തരണ്ട. ഞാൻ പുള്ളിയോട് പറഞ്ഞിട്ടില്ല, എനിക്ക് സെൻട്രൽ ഒരു ബോർഡ് നിങ്ങൾ മേടിച്ച് തന്നെങ്കിൽ ഞാൻ 2020 വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഒരു മറ്റാവശ്യങ്ങൾ ഉന്നയിച്ചിട്ടില്ല. കൊട്ടാരക്കര സീറ്റെന്ന് മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളായിരുന്നു. രണ്ടാമതാകെ ചോദിച്ചത് 2020 ജില്ലാ പ്രസിഡന്റായിട്ട് നമുക്ക് രാഷ്ട്രീയ പ്രവർത്തനം മുന്നോട്ട് പോകാം. ഒരു മറുപടി ഇടാത്ത, ഒരു മെസ്സേജ് റിപ്ലൈ തരാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തിനാണ്? ഞാൻ എൻ്റെ ജീവിതം, എൻ്റെ അച്ഛന് സുഖമില്ല, ഭാവി തീരുമാനിച്ചിട്ടുണ്ട് എന്താണ്? സ്വതന്ത്ര കാഴ്ചപ്പാടുമായി മുന്നോട്ട് പോകാം. എനിക്ക് വ്യക്തിപരമായി ഈ നാടിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യും. അത് വ്യക്തിപരമായി സഹായിക്കാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ, അതല്ല 10 പേര് സുഹൃത്തുക്കളുമായി ചേർന്ന് സഹായിക്കാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ. അതിൻ്റെ ഒരു ഫലമായിട്ടാണ് ഞാനിവിടെ തൃക്കാക്കര വീട് വെച്ച് കൊടുത്തത്. ആ വീട് വെച്ച് കൊടുത്തത് എനിക്ക് അടുത്ത തെരഞ്ഞെടുപ്പ് തൃക്കാക്കര മത്സരിക്കാനുമല്ല. അവർക്ക് ഞാനൊരു ഉറപ്പ് കൊടുത്തു. സമയബന്ധിതമായി തന്നെ, ഈ മഴ മാറിയപ്പോൾ തന്നെ ഞങ്ങളതിൻ്റെ കല്ലിട്ടു. എത്രയും പെട്ടെന്ന് അത് വീട് അവർക്ക് താക്കോല് കൈമാറും. ഇന്നും ഇതൊന്നും ഇങ്ങനെ സംഭവിക്കേണ്ടായിരുന്നില്ല, ഇത് ഇങ്ങനെയൊക്കെ സംഭവിച്ചു. അതുകൊണ്ടാണ് നേരത്തെ നിങ്ങൾ ഇതൊന്നും അറിയിക്കാതിരുന്നത്. ഇതാണ് പറയാനുള്ളത്. അതായത് ഈ ഘട്ടത്തിൽ, അതായത് കൃത്യമായി നേരത്തെ തന്നെ ഈ ഇത്തരം നിലപാടുകൾ എടുത്ത് തന്നെയാണ് അഖിൽ മാരാർ മുന്നോട്ട് പോകുന്നത്. ഇനിയും ആ നിലപാടുകൾ കക്ഷി രാഷ്ട്രീയമില്ലാതെ തന്നെ എടുത്ത് മുന്നോട്ട് പോകുമെന്നാണ് അഖിൽ മാരാർ പറയുന്നത്. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ ബിബിനൊപ്പം കെ പ്രശാന്ത്, അമൃത ന്യൂസ്.